ഇവിടുന്ന് പുറപ്പെടേണ്ടതുണ്ട്. ജയകുമാർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം കാവ്യശ്രീയിലേക്ക് നന്ദി പറയാം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പലപ്പോഴും വരണം എന്ന് ആഗ്രഹിച്ച ഒരു സ്ഥലമാണ്. പലപ്പോഴല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് കുട്ടിക്കാലം മുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. എന്തുകൊണ്ടോ വരാൻ കഴിഞ്ഞില്ല, അത്രയേ ഉള്ളൂ. ഇതിങ്ങനെ വളരെ മനോഹരമായി സംഘടിപ്പിച്ച ബിജു മാഷ് ഉൾപ്പെടെ ഇതിൻ്റെ പുറകിൽ കുറച്ച് ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നന്ദി പറയുന്നു. ഇത്രയും ചെറിയൊരു എന്താ പറയുക, ബൃഹത്തും മഹത്വമായ ഈ ഒരു കൂട്ടായ്മ തന്നെയാണല്ലോ വാസ്തവത്തിൽ വേണ്ടത്. ആ കൂട്ടായ്മ ഇവിടെ സാർത്ഥകമാക്കിയ സ്വാമിയോട് നന്ദി പറയുന്നു. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ബിജു മാഷ വിളിച്ച് പറയുക, ബിജു മാഷ വന്നപ്പോൾ തന്നെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞതാണ്. പക്ഷെ അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു. ബിജു മാഷോട് ഞാൻ വിളിച്ചു പറയാം, പക്ഷേ ഇവിടെ ഒരു കവിത വരും എന്ന് ഞാൻ ഇവിടെ ആവശ്യമുണ്ടായി. എന്താ കാരണം എന്ന് വെച്ചാൽ, അത് ഗുരുവുമായിട്ടുള്ള ബന്ധമാണ്. എൻ്റെ മുത്തശ്ശൻ്റെ അച്ഛൻ, അമ്മുമ്മയുടെ അച്ഛൻ, അന്ന് അച്ഛന്മാരൊക്കെയാണല്ലോ പേരിടുന്നത്, അമ്മമാർക്ക് വലിയ സ്ഥാനമൊന്നുമില്ല. അപ്പോൾ മുത്തശ്ശന് ഇടാൻ ആഗ്രഹിച്ച പേര് കുമാരൻ എന്നാണ്. കാരണം മുത്തശ്ശൻ്റെ അച്ഛൻ സുബ്രഹ്മണ്യനുമായിട്ട്, സുബ്രഹ്മണ്യ ആ സങ്കല്പവുമായിട്ട് താല്പര്യമുള്ള ഒരാളാണ്. അമ്മുമ്മയുടെ അച്ഛൻ അമ്മുമ്മയ്ക്കിട്ട് തീരുമാനിച്ച പേര് ഈശ്വരി എന്നാണ്. ഈ രണ്ടു പേരും അക്കാലത്ത് ഇടാൻ കഴിയില്ല. കുമാരൻ എന്നും ഇടാൻ കഴിയില്ല, ഈശ്വരി എന്നും ഇടാൻ കഴിയില്ല. അതുകൊണ്ട് ഈശ്വരൻ എന്ന പേരുള്ള ആളുകളൊക്കെ പിന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അവരെ നമ്മൾ വിളിക്കുന്നത് ഈശ്വരൻ എന്നാണ്. അമ്മുമ്മേനെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഇച്ചിര എന്നാണ്. എൻ്റെ ആദ്യ പുസ്തകം ഇതാണ്, വൈലോപ്പിള്ളി പുരസ്കാരം. ഇന്നത്തെ വൈലോപ്പിള്ളി അവാർഡ് അല്ല ഉദ്ദേശിച്ച്, ഇഷ്ടംപോലെ വൈലോപ്പിള്ളി അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം ഇഷ്ടംപോലെ കിട്ടുന്ന കാലമൊക്കെ. ഒറിജിനൽ എഴുത്തച്ഛനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പല പേരിലും ഇങ്ങനെ കൃതി. ഞാൻ ഇച്ചിര ബുക്സ് എന്ന് പറഞ്ഞാണ് ഈ പുസ്തകം ഇറക്കിയത്. വളരെ സുന്ദരനായൊരു ജയകുമാരൻ എനിക്ക് പുറകെ കാണാം. അപ്പോൾ 30 വർഷം മുമ്പ് എഴുതിയൊരു കവിതയിനകത്ത്. അപ്പം മുത്തശ്ശന് പേരിട്ടതിന് പുറകിലൊരു കാര്യമാണ് സ്വാമിയായിട്ട് സംസാരിച്ചത്. മുത്തശ്ശനാണെന്ന് സ്കൂളിൽ ചെങ്ങവനാടെന്ന് നടന്ന് അത്താണിക്ക് വന്ന് ആലുവയിൽ 2 പാലമല്ല 2 പുഴയും കടന്ന് വേണം ആശ്രമത്തിൽ വരാൻ. മുത്തശ്ശൻ പഠിച്ചത് അവിടെയാണ്. മുത്തശ്ശൻ്റെ കൂടെ പഠിച്ചൊരു അടുത്തൊരു കൂട്ടുകാരനുണ്ട്. അദ്ദേഹം കൊല്ലത്ത് നിന്ന് നടന്ന് അവിടെ വന്ന് ആശ്രമത്തിൽ താമസിച്ച് പഠിച്ച ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് കുരീപ്പുഴ ശ്രീകുമാർ. അത് വളരെ അടുത്ത കാലത്താണ് അറിയുന്നത്. ഇവിടുത്തെ ജാതിയുടെ ഭയങ്കരമായ പ്രശ്നങ്ങളൊക്കെ വന്ന് സാമൂഹ്യാവസ്ഥക്കാരന് സഹിക്കാൻ പറ്റാതെ ഇവിടുന്ന് ഒറ്റയ്ക്ക് നടന്ന് ആരോടും പറയാതെ കൊല്ലത്തുനിന്ന് നടന്ന് അവിടെ വന്ന് പഠിച്ച് പോകുന്നൊരാളാണ്. എൻ്റെ മുത്തശ്ശൻ വൈദ്യരായിരുന്നു. അപ്പം മുത്തശ്ശനാണ് അവിടെ പ്രധാനപ്പെട്ട കുട്ടികളൊരാൾ. ഗുരുദേവനുണ്ട്, കുമാരനാശാനുണ്ട്. അപ്പോൾ ഈശ്വര പ്രാർത്ഥന ചൊല്ലണം, യോഗം തുടങ്ങും. പ്രാർത്ഥന വലിയത് മുത്തശ്ശനാണ്. ചൊല്ലിയ ശ്ലോകം പ്രാർത്ഥന ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും എന്ന് പറയുന്ന ശ്ലോകമാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി കാണാതെ പഠിച്ച ഒരു കവിത എന്ന് പറയുന്നത് ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകും ഇതാ പറന്നമ്മേ എന്ന് പറയുന്നത്. അപ്പം മുത്തശ്ശന് കവിത ചൊല്ലുന്നത് കേട്ടില്ല. മുത്തശ്ശൻ നല്ല അക്ഷര സ്ഫുടതയുള്ള ആളാണ്. സുന്ദരകാന്ഡമൊക്കെ കാണാതെ ചൊല്ലും. അപ്പം അതിൻ്റെ ഒരു ഭാഗ്യം കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ മുത്തശ്ശൻ്റെ വിളിച്ചിട്ട് ആ കുട്ടിയെ വിളിക്കാൻ പറഞ്ഞ് വിളിച്ചു, എന്താ പേരെന്ന് ചോദിച്ചു. ഗുരുദേവൻ. അപ്പോൾ പറഞ്ഞ് കുമാരു എന്നാന്ന് പറഞ്ഞു. അപ്പം തന്നെ രജിസ്റ്റർ എടുത്ത് ഗുരുദേവൻ ആ പേര് വെട്ടിയിട്ട് കുമാരൻ എന്നാക്കി. ഞാനിപ്പോൾ രജിസ്റ്റർ എന്ന് വിളിച്ച് ആലുവ ആശ്രമം തപ്പിയാളൊക്കെ ഈ 1-ാം തീയതി അവിടെ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ അവിടെ സ്വാമിയുടെ നിന്ന് പറയും, സ്വാമി ഒന്ന് നോക്കാം. പക്ഷെ പഴയ ആശ്രമം ഇവിടുത്തെ ആശ്രമം തമ്മിൽ വ്യത്യാസമുണ്ട്. മുത്തശ്ശൻ്റെ മകൻ എൻ്റെ അച്ഛൻ മറ്റേ കാലടി അദ്വൈതാശ്രമത്തിൽ ആഗമാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ്. അപ്പോൾ സ്വാഭാവികം ഞാനും ചീത്തയാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് എനിക്കൊരു കുറേ പോയി കഴിഞ്ഞപ്പം അവിടെയും ഒരു കൃത്യതയില്ലാതെ വരികയും പിന്നെ നേരെ ഞാൻ ലൈബ്രറി സയൻസ് പഠിക്കാൻ പോവുകയും ജയൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ സ്നേഹിക്കുന്ന ഗുരു മറ്റേ യതിയുമായിട്ട് വളരെ അടുത്ത ബന്ധം ആയി. ഞാൻ
ഞാനവിടെ ഇതങ്ങനെ പബ്ലിക്കായി അറിയാവുന്ന കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇത് പറയാൻ പറ്റുള്ളതുകൊണ്ടാണ്. ഞാൻ പെൺവീട്ടിലൊക്കെ പോവുക, ഷൗക്കത്തൊക്കെ അങ്ങനെ ആ ഒരു കാലത്ത് അങ്ങനെ ജീവിക്കുകയാണ്. കോട്ടയത്താണ് പഠിക്കുന്നത്. അങ്ങപ്പോൾ എൻ്റെ കൂടെയുള്ള ജയൻ എന്ന് പറയുന്ന സുഹൃത്തിന് ഭയങ്കര ആഗ്രഹം സന്യാസിയാണ്. ഇപ്പം ന്യാസം കൊണ്ട് അന്വേഷിക്കണം. അപ്പം എല്ലാം തെറ്റേനപ്പം ചെയ്ത മാതൃത അസ്യസിദ്ധനം എന്ന് പറയുന്ന കാര്യമൊക്കെ നമ്മൾ അറിയുന്ന പോലുമില്ല. പക്ഷേ അങ്ങനെ ഞാനും ജയനും കൂടി ആ വഴിക്ക് വരെ സഞ്ചരിക്കുന്നു. ജയൻ ഇപ്പോൾ സ്വാമി സമഹിതാനന്ദ എന്ന പേരിൽ തമിഴ്നാട്ടിലാണ്. എൻ്റെ സ്വഭാവം നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് സ്വാമി ആവാനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. ഞാനൊരു ഗൃഹസ്ഥനും ഗൃഹസ്ഥനൊക്കെ ജീവിച്ച് പോവാണ്. പക്ഷെ 30 വർഷം മുമ്പ് എഴുതിയ ഒരു കവിത എന്ന് ഞാൻ പറയുന്നില്ല, പദ്യം എന്നേ പറയുള്ളൂ. അത് ഇവിടെ തന്നെ ചൊല്ലണം എന്നെനിക്ക് വല്ലാത്തൊരാഗ്രഹം തോന്നി. ഞാൻ ഇന്നലെ തീരുമാനിച്ച കാര്യമാണ്. അപ്പം ഇങ്ങനൊരു മീറ്റിംഗ് ഇന്നലെ വൈകിട്ട് സ്വാമി പറഞ്ഞു വൈകുന്നേരം നമുക്കൊന്ന് കൂടാം എന്നാണ് പറഞ്ഞത്. വന്നപ്പോഴേക്കും സമയം കുറെ വൈകിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ അവരിങ്ങോട്ട് പോന്നോട്ടെ, നമുക്ക് എല്ലാവർക്കും അംഗീകരിക്കാൻ സ്വാമി. ഇത് ഞാൻ പേരിട്ടത് ആത്മാർപ്പണം എന്നാണ്. ആത്മാർപ്പണം 30 വർഷം മുമ്പ് എഴുതിയതാണ്. പ്രണയാർദ്രത പൂണ്ട ബന്ധമേ, ഗുരുദേവന്റെ കൃത്യം ഓർമ്മ വരും. സ്ഥിരമായുള്ളൊരു നഗ്ന സത്യമേ, ശരണാർത്ഥന തന്നെ മോക്ഷമെന്നറിയാൻ എന്തിനു താമസിച്ചു ഞാൻ. പ്രണയാർദ്രത പൂണ്ട ബന്ധമേ, സ്ഥിരമായുള്ളൊരു നഗ്ന സത്യമേ, ശരണാർത്ഥന തന്നെ മോക്ഷമെന്നറിയാൻ എന്തിന് താമസിച്ചു ഞാൻ. തിരുനാമമുരച്ചു സന്ധ്യതൻ കൊടുവാൾ വെട്ടി ഒലിച്ചു നെറ്റികൾ, കുരുതിത്തറയാകെ കർമ്മമാം നടനം ജീവിതമാളി നിൽക്കയാം. വിധിയേറ്റിയ ജന്മയാത്രകൾ തരണം ചെയ്തത് നിന്ന നേടുവാൻ, നടയെത്തി നമിച്ചു നിൽക്കുമീ മുഖമെന്തിന് വെടിഞ്ഞുപോയി നീ. പ്രിയതേ, നിലയറ്റ ചെങ്കടൽ തിരയിൽപ്പെട്ടൊരു തോണിയാണു ഞാൻ. അമരത്തെ നയിപ്പതാര് വൻചുഴലിക്കാറ്റിൽ ഒടുങ്ങിടാതമേ. മമ ജന്മതപം കുലച്ചു ഞാൻ വിരചിക്കുന്നൊരു വാഗ്നിലഗ്നിയായൊഴുകേണ്ടവൾ, നിന്നിലൻ മുഖം തെളിയാതെന്ത് ദുരന്തമിങ്ങനെ. മമ ജന്മതപം കുലച്ചു ഞാൻ വിരചിക്കുന്നൊരു വാക്കിലഗ്നിയായൊഴുകേണ്ടവൾ, നിന്നിലൻ മുഖം തെളിയാതെന്ത് ദുരന്തമിങ്ങനെ. അരുതായ്മകൾ ചെയ്തു പോയി ഞാൻ തിരിയാതീ വഴി മാപ്പു നൽക നീ. അരുതായ്മകൾ ചെയ്തു പോയി ഞാൻ തിരിയാതീ വഴി മാപ്പു നൽക നീ. സ്ഥിരമായൊരു തത്വമുണ്ട്, അതിൻ വഴി നേടാൻ എളുതല്ല ദൈവമേ. കരൾ വെന്തുരുകുന്നു ചിന്തയിൽ കുടികൊള്ളുന്നു കരാളയക്ഷികൾ. കരൾ വെന്തുരുകുന്നു ചിന്തയിൽ കുടികൊള്ളുന്നു കരാളയക്ഷികൾ. ഇരുൾ കേറി നിറഞ്ഞു മണ്ണടിഞ്ഞമരുന്നു നരവംശജാതകം. കരൾ വെന്തുരുകുന്നു ചിന്തയിൽ കുടികൊള്ളുന്നു കരാളയക്ഷികൾ. ഇരുൾ കേറി നിറഞ്ഞ് മണ്ണടിഞ്ഞമരുന്നു നരവംശജാതകം. പടിയെത്ര കടന്നു നിന്നിലെ പൊരുളെന്തെന്നറിയാതെ നിൽപ്പു ഞാൻ. പടിയെത്ര കടന്നു
നിന്നിലെ പൊരുളെന്തെന്നറിയാതെ നിൽപ്പു ഞാൻ ഭ്രമിതാന്ധത പിന്നെയും മനോമുകുരം ചുറ്റി വരിഞ്ഞിടുന്നിതാ മമ മോഹമഭസ്സിലാർത്തിടും പെരുതാം വന്നി പടർന്നു കത്തവേ മമ മോഹമഭസ്സിലാർത്തിടും പെരുതാം വന്നി പടർന്നു കത്തവേ മതമൊക്കെയടങ്ങി ജീവിതക്ഷണികത്വം തെളിയുന്നു സത്യമായി അഹമെന്ന വിചിന്ത വിട്ട് നിന്നടിമപ്പെട്ടു പഠിക്കൽ നിൽപ്പു ഞാൻ അഹമെന്ന വിചിന്ത വിട്ട് നിന്നടിമപ്പെട്ട് പഠിക്കൽ നിൽപ്പു ഞാൻ നടയിൽ തലതല്ലി ചോരയിൽ വിലയിക്കട്ടിനി ശിഷ്ടജന്മവും അഹമെന്ന വിചിന്ത വിട്ട് നിന്നടിമപ്പെട്ടു പഠിക്കൽ നിൽപ്പു ഞാൻ നടയിൽ തലതല്ലി ചോരയിൽ വിലയിക്കട്ടിനി ശിഷ്ടജന്മവും 96-ലാണ് ഇത് എഴുതുന്നത്. ഇതിൻ്റെ അവസാനത്തെ വരി വായിച്ചിട്ട് പ്രൊഫസർ എം എൻ വിജയമാഷ് പറഞ്ഞു ഇതെഴുതിയ ഒരാൾ ഇനി അധികം കാലം കവിത എഴുതില്ല. പക്ഷെ 10 വർഷം വരെ പിന്നെ എനിക്ക് എഴുതാൻ പറ്റിയില്ല. ഭയങ്കര വിഷമമായി തോന്നി. കാരണം ഈ ആത്മസമർപ്പണം എന്നാണ് ഞാൻ പേരിട്ടത്. ഈ ചില കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ആശാന്റെ കവിതയിൽ ഒരുപാട് ആഴങ്ങളിലേക്ക് ആശാൻ പോകുന്നതായി ചില സൂചനകളുണ്ട്. അതിനെക്കുറിച്ച് ശാസ്ത്രം ഒരു പ്രത്യേക സ്റ്റഡി തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അക്ഷരത്തിൻ്റെ പുറകിൽ നാം എത്രമാത്രം സത്യസന്ധനാണോ അതുമായി ബന്ധപ്പെട്ട സയൻസ് തന്നെയുണ്ട്. അതിൻ്റെ പേര് PhD എടുത്തൊരു സുഹൃത്ത് എനിക്ക് ഇപ്പോൾ കോലഞ്ചേരി സെയിൻറ്റ് പീറ്റേഴ്സ് കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ്. അപ്പോൾ അത്രയും ചില കാര്യങ്ങളുണ്ട് നമുക്ക്. അതും ശാസ്ത്രം തന്നെയാണ്, ശാസ്ത്രീയമല്ലത്. അപ്പോൾ അത് അങ്ങനെ കുറേ കാര്യങ്ങളും കണ്ടതൊന്നും കണ്ടതല്ല, കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ കണ്ടതെല്ലാം കണ്ടുകൊണ്ട് ഇത് മാത്രമേ കാഴ്ചയുള്ളൂ എന്ന് ധരിക്കുന്ന ഒരവസ്ഥ കൂടി നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എല്ലാവർക്കും എല്ലാവിധ നന്മകൾ നേരുന്നു. നമസ്കാരം.